ഇന്നത്തെ കാലത്തെ ആത്മഹത്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നത്തേക്ക് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരു തുടർക്കഥ പോലെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് പറയാനുള്ള 1, 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വിവാഹത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ സദ്യ നടത്തും. അതുപോലെ തന്നെ സ്വർണം അത്യാവശ്യത്തിന് വാങ്ങും. ആ, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് സമയം കണ്ടെത്തും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനായാലും പെൺകുട്ടിയായാലും അവരുടെ മാനസികമായ ഒരു ആരോഗ്യത്തിന് നമ്മളൊരു പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല, അല്ലേ? നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. അവരെങ്ങനെയാണ്, അതിന് പൂർണ്ണമായിട്ടും ഓക്കെ ആണോ എന്ന്. ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞു, അവരിപ്പോൾ വേറെ വീടുകളിലൊക്കെയാണ്. നമ്മളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. ആ പറയുന്ന സമയത്ത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവർക്കതൊന്നും മനസ്സിലാവണില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നല്ല ഡോക്ടറെ കാണിച്ച് അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. അപ്പം നമ്മളോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഡോക്ടറോട് പറയാൻ പറ്റും. ഈ ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, മക്കൾ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എണ്ണിപ്പറക്കി കിടന്ന് കരയണായിട്ടുണ്ട്. എന്താണ്, എൻ്റെ മോള് വന്ന് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഇന്നതാണ് കാര്യം, അവൻ തല്ലാറുണ്ടെന്ന് പറഞ്ഞു, അവൻ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ മകള് വന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാണ്ട് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ എണ്ണിപ്പറക്കി കരയണേ? ഇങ്ങനെ എണ്ണിപ്പറക്കി കരഞ്ഞിട്ട് ഏതെങ്കിലും ആത്മഹത്യ ഇല്ലാതെ ആവുന്നുണ്ടോ? ഇവര് മരിച്ച ഉടനെ തന്നെ പറയണത് അവരെ വെറുതെ വിടരുത്, അവരെ ജയിലിൽ അടയ്ക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം, ഇങ്ങനെ കാരണവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവര് ഈ മക്കള് വന്ന് പറഞ്ഞ ടൈമിന് എപ്പോഴെങ്കിലും അവരെ കൊണ്ട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് അവൾക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് അവളുടെ മനസ്സിന്റെ ആരോഗ്യം ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന് ഒരാളും ചിന്തിക്കാറില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് പറയണത്. ശരിയല്ലേ?